അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഏതൊരു പ്രയാസങ്ങൾക്കപ്പുറവും സഹനത്തോടെ നിന്നാൽ അള്ളാഹു അവൻ്റെ അടിമക്ക് കനിഞ്ഞു നൽകുന്ന ഒരു തരം പ്രതീക്ഷയുടെ കവാടമുണ്ട്. ഓരോ കഷ്ടതക്കും പിന്നാലെ എളുപ്പവും ആശ്വാസവും ഉറപ്പായും വരാനുണ്ടെന്ന് ഖുർആൻ പലയിടങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതീക്ഷയുടെ കിരണങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാം തിരുസവിധത്തിൽ വന്ന് ഓതിക്കൊടുത്ത സൂറത്തുൽ ളുഹയെ തഫ്സീർ ഖുർത്തുബി അപഗ്രഥിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ സൂറത്തിലേക്ക് കടക്കാം. ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ മഹത്തായ രണ്ട് സമയങ്ങളെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം വല്ലുഹാ വല്ലൈലി ഇദാ സജാ. പൂർവാന്നവും ശാന്തമായ രാത്രിയും തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സമയങ്ങളെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളത്? ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീറിൽ ഒരുപാട് അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്. ഇവിടെ ലുഹ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംസാരിച്ച ആ പരിശുദ്ധമായ പകലാണെന്നും, ലൈലി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് നൽകി അനുഗ്രഹിച്ച പവിത്രമായ രാത്രിയാണെന്നും ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലുഹ എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നവരാണെന്നും, ലൈലി എന്ന് പറഞ്ഞാൽ ശാന്തമായ രാത്രിയുടെ ഏകാന്തതയിലും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെന്നും ഒരഭിപ്രായമുണ്ട്. മറ്റൊരഭിപ്രായം ലുഹ എന്ന് പറയുന്നത് ആരിഫീങ്ങളുടെ ഹൃദയത്തിലെ പ്രകാശമാണെന്നും, ലൈലി എന്ന് പറയുന്നത് സത്യനിഷേധികളുടെ ഹൃദയത്തിലുള്ള അന്ധകാരമാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആയത്തിൽ ഇദാ സജ എന്ന് പറഞ്ഞത് ലൈലത്തൻ സാജിയത്തൻ ഐ സാക്കിനത്തൻ എന്നാണ് ഖുർത്തുബി ഇമാം വിശദീകരണം കൊടുത്തിട്ടുള്ളത്. അഥവാ ശാന്തമായ രാത്രി. അള്ളാഹു അടുത്ത ആയത്തിലൂടെ പറയുന്നു, മവദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ റബ്ബ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടുമില്ല, വെറുത്തിട്ടുമില്ല നബിയെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ നിലച്ച അവസരത്തിൽ ഖലാഹുല്ലാഹു വവദ്ദഅഹു, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിക്കുകയും വെറുക്കുകയും ചെയ്തില്ലേ എന്ന് മുശ്രിക്കുകൾ മുത്തനബിയോട് പറയുകയുണ്ടായി. മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ മുത്തനബിയെ വളരെ മാനസികമായി തളർത്തുകയും ചെയ്തു. അത് ഹമ്മാലത്തുൽ ഹതബ് എന്ന് ഖുർആൻ പറഞ്ഞ അബൂലഹബിൻ്റെ ഭാര്യയാണ് എന്നൊരഭിപ്രായമുണ്ട്. ജിബ്രീലുമായുള്ള ദിവ്യബന്ധവും റബ്ബുമായുള്ള ആത്മബന്ധവുമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മശക്തിയും പ്രാണവായുവുമായിരുന്നത്. മുശ്രിക്കുകൾ നിരന്തരം മുത്തുനബിയെ പരിഹസിച്ചിരുന്നപ്പോഴും മുത്തുനബിക്ക് കാവലായി ഉണ്ടായിരുന്നത് ഈ ഒരു ബന്ധമാണ്. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു ബന്ധം നിലച്ചു പോയപ്പോൾ മുത്തുനബിയുടെ ഹൃദയം ദുഃഖഭരിതമാവുകയാണ്. ഇങ്ങനെ വഹി നിലച്ചത് 12 ദിവസമാണെന്നും 15 ദിവസമാണെന്നും 25 ദിവസമാണെന്നും തുടങ്ങി പല അഭിപ്രായങ്ങളും ഖുർത്തുബി ഇമാം തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മവദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ചേർത്ത് പിടിക്കുന്നത്. ഇവിടെ വമാ ഖലാ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മാ അബ്അലക റബ്ബുക മുൻദു അഹബ്ബക, നിന്റെ റബ്ബ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സ്നേഹിച്ചതിന് ശേഷം ഇതുവരെ നിങ്ങളെ വെറുത്തിട്ടില്ല എന്നാണെന്ന് ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. ഇങ്ങനെ വഹി നിലക്കാനുണ്ടായ കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുക്കുന്ന ഹൗല എന്ന സ്ത്രീയെ തൊട്ട് ഖുർത്തുബി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ വഹി നിലച്ച അവസരത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീടിന് എന്താണ് പറ്റിയത്, എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വരാത്തത് എന്ന് ചോദിക്കുകയും ആ വീടൊന്ന് മൊത്തത്തിൽ അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടി പറയുകയുമാണ്. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ കട്ടിലിനടിയിൽ നിന്ന് ഒരു നായയുടെ ജഡം ലഭിക്കുകയാണ്. ആ നായയുടെ ജഡമെടുത്ത് വീടിന് പുറത്തേക്ക് എറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീ കണ്ട കാഴ്ച മുത്തുനബിയിൽ വഹി ഇറങ്ങുന്നതിൻ്റെ അടയാളങ്ങൾ പ്രകടമാകുന്നതാണ്. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല, വരാനിരിക്കുന്നതാണ് അങ്ങേക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉത്തമമെന്ന് അള്ളാഹു പറയുകയാണ്. അഥവാ ആഖിറത്തിൽ അങ്ങേക്ക് ഒരുപാട് ബഹുമതികളും ഒരുപാട് സ്ഥാനങ്ങളും നൽകുന്നുണ്ട്. ഇന്ന് ലോകത്തുള്ള എല്ലാ ബഹുമാനത്തേക്കാളും വളരെ മഹത്വമുള്ളതാണത്. അതിൽ പ്രധാനപ്പെട്ടത് ഹൗലുൽ കൗസറും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുമാണെന്ന് ഖുർത്തുബി ഇമാം വിശദീകരിക്കുന്നുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് മതിവരുവോളം നൽകുകയും അതങ്ങ് തൃപ്തി അടയുവോളം നിലനിൽക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
മുത്തുനബിയെ സമാശ്വസിപ്പിക്കുന്ന ഈ ആയത്ത് ഉമ്മത്തിനാകമാനം പ്രതീക്ഷ നൽകുന്ന ഒരായത്താണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇറാഖുകാരോട് ചോദിക്കുന്നുണ്ട്, ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, സൂറത്തു സുമറിൽ 53-ാം വചനമായ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന ആയത്താണെന്ന്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ അഹ്ലു ബൈത്തുകാരുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തെന്ന് പറയുന്നത് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന ആയത്താണെന്ന്. ഈ ആയത്തിറങ്ങിയ അവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ അർള വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ പോലും നരകാവകാശിയാകുന്നത് ഞാൻ തൃപ്തിപ്പെടുന്നില്ല എന്ന്. അതിനുള്ള മറുപടിയായി ഇന്നാ സനുർലീക ഫി ഉമ്മത്തിക വലാ നസൂക, നിങ്ങളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നാം അങ്ങയെ തൃപ്തിപ്പെടുത്തും നബിയെ എന്ന് അള്ളാഹു പറഞ്ഞതായി ഖുർത്തുബി ഇമാം തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. തുടർന്നുള്ള വചനങ്ങളിൽ മുത്തുനബിയോട് സ്നേഹത്തോടെ അള്ളാഹു പറയുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അലം യജിദ്ക യതീമൻ ഫആവ, അങ്ങ് അനാഥയായിരുന്നപ്പോൾ നാം അങ്ങേക്ക് അഭയം നൽകിയില്ല നബിയെ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഖുർത്തുബി ഇമാം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ജഅഫർ മുഹമ്മദ് സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, മുത്തുനബി എന്തുകൊണ്ടാണ് മാതാപിതാക്കളിൽ നിന്ന് അനാഥനാക്കിയത് എന്ന്. ലി അല്ലാ യകൂന ലി മഖ്ലൂഖിൻ അലൈഹി ഹഖ്ഖുൻ, ഒരു സൃഷ്ടിക്കും മുത്തുനബിയുടെ മേൽ ഒരു അവകാശവാദവും ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ മറ്റൊരു മനോഹരമായ അലങ്കാരാർത്ഥം ഖുർത്തുബി ഇമാം വിശദീകരിക്കുന്നുണ്ട്. അലം യജിദ്ക വാഹിദൻ ഫീ ശറഫിക ലാ നളിറ ലക ഫആവാക അല്ലാഹു ബി അസ്ഹാബിൻ യഹ്ഫളൂനക വയുഹീതൂനക, അങ്ങ് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അങ്ങേക്ക് നാം പ്രത്യേകമായ ഒരു വലയം സൃഷ്ടിച്ച് അങ്ങയെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. വവജദക ളാല്ലൻ ഫഹദ, അങ്ങേക്ക് അറിവില്ലാത്ത സന്ദർഭത്തിൽ നാം അങ്ങേക്ക് മാർഗനിർദ്ദേശം നൽകിയില്ലേ. ഈ ആയത്തിലെ ലോല് എന്നതിനെ പലരും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പ് വഴികേടിലായിരുന്നു എന്ന് പലരും പറഞ്ഞു വരത്താറുണ്ട്. എന്നാൽ ഖുർത്തുബി ഇമാം ഈ ആയത്തിനെ വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുകയാണ്. നുബുവ്വത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്ക് അറിവില്ലാത്ത സന്ദർഭത്തിൽ നാം അങ്ങേക്ക് മാർഗദർശനം നൽകിയില്ലേ എന്ന്. ഖുർആൻ അറിയാത്ത മുത്തുനബിക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് മറ്റൊരു അഭിപ്രായവും ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ വ്യത്യസ്തങ്ങളായ അർത്ഥത്തിൽ ലൊലാലത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങൾക്ക് പൊതുവെ ലോല് എന്ന് അറബികൾ പ്രയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ ദീനിൽ ഒറ്റപ്പെട്ടവരായിരുന്നുവെന്നും എന്നിട്ട് മുത്തുനബി മുഖേന മറ്റുള്ളവർക്ക് ഹിദായത്ത് ലഭിച്ചതാണ് എന്നും ഒരർത്ഥം ഇതിനുണ്ടെന്ന് ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം വിശദീകരിച്ച ശേഷം ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്, ഈ അർത്ഥങ്ങളിൽ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ അവസാനം പറഞ്ഞ അർത്ഥമാണെന്ന്. ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് നാം അങ്ങേക്ക് സമ്പത്ത് നൽകിയില്ലേ. അഗ്നാകല്ലാഹു ബി ഖദീജത റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയെ കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സമ്പന്നനാക്കിയത്. എന്നാൽ മുത്തുനബിയെ സമ്പന്നനാക്കിയത് സമ്പത്ത് കൊണ്ടല്ല, മറിച്ച് ഹൃദയത്തിന് സമൃദ്ധി നൽകൽ കൊണ്ടാണെന്ന് ഇബ്നു അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറിൽ ഖുർത്തുബി ഇമാം കൊണ്ടുവരുന്നുണ്ട്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനോട് നിങ്ങൾ പരുഷത കാണിക്കരുത്. ഇവിടെ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ എൻ്റെ ഹൃദയം കടുത്തുപോയി നബി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവരോടായി മുത്തുനബി പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ മൃദുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിസ്കീന്മാർക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും യതീമുകളെ തലോടുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. മുത്തുനബി പറയുന്നുണ്ട്, യതീമുകളെ സംരക്ഷിക്കുന്നവരും ഞാനും നാളെ ആഖിറത്തിൽ ഈ രണ്ട് വിരലുകൾ പോലെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നൽ യതീമ ഇദാ ബകാ ഇഖ്തസ്സ ലിബുകാഇഹി അർശുർ റഹ്മാൻ, ഒരു യതീം കരയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സിംഹാസനം ആ കിടുകിടാ വിറക്കുമെന്നും അവരെ സംരക്ഷിക്കുന്നവരെ ഞാൻ നാളെ ആഖിറത്തിൽ സംതൃപ്തിപ്പെടുത്തുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസുകളെല്ലാം തഫ്സീറിൽ ഉദ്ധരിച്ചുകൊണ്ട് ഖുർത്തുബി ഇമാം പറയുകയാണ്, അനാഥയെ നമ്മൾ കരുണയോടെയും കാരുണ്യത്തോടെയും ബഹുമാനിക്കണമെന്ന്. മസായില ഫലാ തൻഹർ, നമ്മോട് ചോദിച്ചു വരുന്നവരെ, അങ്ങയോട് ചോദിച്ചു വരുന്നവരെ അങ്ങ് വെറുതെയാക്കരുത്, അവരോട് പരുഷത കാണിക്കരുത്. ഇവിടെ ഫലാ തൻഹർ എന്നുള്ളതിന് ലാ തസ്ജുർഹു എന്നാണ് ഖുർത്തുബി ഇമാം അർത്ഥം കൊടുത്തത്. അഥവാ അവരോട് മാന്യമായി പെരുമാറണമെന്നും തൃപ്തിയോടെ പറഞ്ഞയക്കണമെന്നും പറയുകയാണ്.
ഇങ്ങനെ ചോദിച്ചു വരുന്നവർ യഹ്മിലൂന സാദന ഇലൽ ആഖിറ, അന്ത്യനാളിലേക്കുള്ള നമ്മുടെ ഭാരങ്ങൾ പേറുന്നവരാണെന്ന് ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞതായി തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. അത്തഹദ്ദുസു ബിനിഅമില്ലാഹി ശുക്റുൻ വതർക്കുഹു കുഫ്റുൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എടുത്തു പറയുക എന്നുള്ളത് ശുക്റാണെന്നും അതിനെ ഉപേക്ഷിക്കൽ കുഫ്റാണെന്നും ഖുർത്തുബി ഇമാം തഫ്സീറിൽ പറയുന്നുണ്ട്. സമ്പന്നനായ ഒരാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ കീറിപ്പറഞ്ഞ വസ്ത്രമണിഞ്ഞ് ഒരിക്കൽ വരുന്നുണ്ട്. അവരോടായി മുത്തനബി പറയുന്നുണ്ട്, ഇദാ താക്കല്ലാഹു മാലൻ ഫല്യുറാ അസറഹു അലൈക, അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ അതിൻ്റെ അടയാളം നീ കാണിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും ഒരു അഭിപ്രായമുണ്ട്. സൂറത്തുൽ ദുഹ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു കയ്യൊപ്പാണ്. ഈ നമ്മൾ രാത്രികളിലെല്ലാം നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് സമാശ്വാസം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.